ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, എല്ലാവരും സോഷ്യൽ എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുമായിരിക്കും അല്ലേ? സോ നമ്മൾ എക്സാമിന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി നമുക്ക് വെക്കേഷനൊക്കെ ആണല്ലേ. അപ്പോൾ നമ്മുടെ സോഷ്യൽ എക്സാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നമ്മുടെ നിസ്സഹരണ സമരം അറിയാലേ. സോ 2 തരം കർമ്മ പരിപാടികളിൽ ഇതെന്തായിരുന്നു അധിഷ്ഠിതമായത്? ഏതൊക്കെയാണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. അത് നമുക്ക് ഇംഗ്ലീഷിൽ നോക്കിയാലോ? ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് വാസ് ക്യാരിഡ് ഔട്ട് 2 ലെവൽസ്. ഏതൊക്കെയാണ്? ബൈ ബോയ്ക്കോട്ടിംഗ് ആൻഡ് ത്രൂ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. സോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നത്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബോയ്ക്കോട്ട് ആൻഡ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്, അതായത് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും വിവരിക്കാനാണ്. നമുക്കൊന്ന് വിവരിച്ച് നോക്കല്ലേ. എന്താ ഇവിടെ നോക്കിക്കേ, ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ അഥവാ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് എന്താ? ഫോറിൻ ക്ലോത്ത്സ് ബോയ്ക്കോട്ട് ചെയ്യുക, വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കാതിരിക്കുക, നികുതി നിഷേധം. അടുത്തത് എന്താ? റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഓർഡേഴ്സ്, പദവികളും ഉദ്യോഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അടുത്തതോ ബോയ്ക്കോട്ടിംഗ് കോർട്സ്, നമ്മൾ കോടതി എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ബോയ്ക്കോട്ട് അഥവാ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിലുള്ളത്. ഇനി നമ്മുടെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ അഥവാ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് നോക്കാം. ഏതൊക്കെയാണ്? ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു ഐക്യം നിലനിർത്തുക. ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് എന്തിനായിരുന്നു എടാ? ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ അടിപിടി ആക്കാനല്ലേ. സോ ഇവർക്കിടയിൽ എന്താ? ഒരു ഐക്യം അല്ല ഒരു യൂണിറ്റി നിലനിർത്താൻ അവർ ശ്രമിച്ചു. അടുത്തത് എന്താ? ഖാദി വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക? പോപ്പുലർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തൂച്ചാടനം, അതായത് അയിത്തം ഒഴിവാക്കുക. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സ്കൂൾ, നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ നാഷണൽ സ്കൂൾ, ദേശീയ വിദ്യാലയങ്ങളൊക്കെ ആരംഭിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ആൻസർ. സോ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ 2 ചോദ്യങ്ങളായിരുന്നു. ഒരു ചോദ്യം നമ്മൾ ക്ലിയർ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സെക്ഷനിൽ വെച്ചിട്ടാണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഏത് സെക്ഷനിൽ വെച്ചാണ്? നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാട്ടോ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ബഹുജന സമരമായിരുന്നു എന്ത്? നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹരണ സമരം. ആരുടെ നേതൃത്വത്തിലാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏത് സെഷനാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരിക അല്ലെ. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ സമരത്തിന് എന്ത് നൽകിയത്? അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. കാലാവസ്ഥയിൽ ഏറെ വൈവിധ്യമുള്ള രാജ്യമാണ് ആരുടേത്? നമ്മുടെ ഇന്ത്യ അല്ലേ. നോക്കിക്കേ, ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഡൈവേഴ്സ്, ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ലിസ്റ്റ് ഔട്ട് 3 ഡിസ്റ്റിങ്ക്ട് സീസൺ ഐഡന്റിഫൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പൊതുവെ അനുഭവപ്പെടുന്ന 3 കാലങ്ങളാണ്, 3 സീസൺസ് ആണ്. അതൊന്ന് പറയാനാണ്. നമുക്ക് പറഞ്ഞാലോ? ഉഷ്ണകാലം സമ്മർ സീസൺ, ശൈത്യകാലം വിന്റർ സീസൺ, മഴക്കാലം റെയിനി സീസൺ. ഈ 3 കാലങ്ങളാണ് അല്ലേ. സോ അതിലെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോയാലോ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി വൺ സീസൺ, ഏതെങ്കിലും ഒരു കാലത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ്. ഇതിൽ ഏത് കാലത്തെക്കുറിച്ചിട്ടും എൻ്റെ മക്കൾക്ക് വിശദീകരിക്കാം. ഏറ്റവും കൂടുതൽ ഏതാണോ അറിയുന്നത് അത് മാത്രം എന്ത് ചെയ്യുക? വിശദീകരിക്കുന്നതായിരിക്കും നന്നായിരിക്കും കേട്ടോ. സോ ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉഷ്ണകാലം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാർച്ച് ടു മെയ് വരെയാണ് എന്ത് ചെയ്യുക? ഉഷ്ണകാലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. സോ ഉത്തരേന്ത്യയിൽ, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹെവി ഹോട്ടായിട്ടായിരിക്കും ആ ഒരു സമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഹോട്ട് സീസൺ ആയിരിക്കും, ഹെവി ആയിട്ടുള്ള സീസൺ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യ, നമ്മളെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നിയർനെസ് ടു സീ, നമ്മുടെ ആരുടെ ഒരു സാമീപ്യമുണ്ട്? നമ്മുടെ സീൻ്റെ, സമുദ്ര സാമീപ്യമുള്ളതോട് അത്രത്തോളം ചൂട് നമുക്ക് കൂടുതലായിരിക്കില്ല. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ? ഒരുപാട് ഏരിയ ഡ്രൗട്ട്സ് ആയിട്ട്, വരൾച്ചയായിട്ട് കിടക്കും. ദെൻ ചില സ്ഥലങ്ങളിൽ എന്താണ്? ഒറ്റപ്പെട്ട മഴയും കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ ഉഷ്ണകാലം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശൈത്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ആൻസർ വേണ്ടത്, മീൻസ് ഏതാണോ കൂടുതൽ അറിയുക അത് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക? അവിടെ കൊടുക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഇതിലെ തന്നെ സി ക്വസ്റ്റ്യൻ എന്താ? ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഈസ് ജനറലി നോൺ ആസ്. ഇന്ത്യൻ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മക്കളെ? ഏത് പേരിലാണ് ഇന്ത്യൻ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത്? നമുക്ക് നോക്കാം അല്ലേ.
ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് ഇന്ത്യൻ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. താപവും വായുവിന്റെ ചലനവും, ടെമ്പറേച്ചർ ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർ ആണ് നമ്മൾ നോക്കുന്നത്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് the weight exerted by the air in the atmosphere is known as എന്ത് പേരിലാ? നമുക്കറിയാം, അന്തരീക്ഷമർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടിയിട്ട് ഏത് ഇൻസ്ട്രുമെന്റാണ് നമ്മൾ യൂസ് ചെയ്യുക? മർദ്ദഭാമിതി അഥവാ ബാരോമീറ്റർ. ഇനി വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ഫോർ മെഷറിംഗ് വിൻഡ് സ്പീഡ്? കാറ്റിന്റെ വേഗത അളക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. എന്താണടാ? അനിമോമീറ്റർ എന്നാണ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ സെറ്റായിട്ട് എഴുതുക. അപ്പം എല്ലാ ക്വസ്റ്റ്യനും എഴുതുന്ന സമയത്ത് ഒന്നുകൂടെ വായിച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കോൺടാക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ഇയറിൽ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് all about this video. Thanks for watching us, dears.